ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു മുള കിട്ടിയിട്ടുണ്ട്, ചെയ്താലോ എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മുടെ ഈ മുള എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എംസിൽ വെച്ചിട്ട് ഇതിലൊരു ഡിസൈൻ ചെയ്തെടുത്ത് വെച്ച് കുറച്ച് പെയിൻറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ ഒരു എംസിൽ എടുക്കാം കേട്ടോ. അപ്പോൾ 10 രൂപയുടെ ഒരു എംസിലാണ് കേട്ടോ. ഈ എംസിൽ ചിലപ്പോൾ തികയാതെ വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരെണ്ണം കൂടെ എടുക്കാം. ഏകദേശം ഒരു 20 രൂപയുടെ എംസിൽ വേണ്ടി വരും. നമുക്ക് ചെറിയൊരു ആർട്ടാണല്ലോ. ഇത്രയും ചെറിയ എംസിൽ വെച്ച് എന്നാ ചെയ്യാനാണെന്ന് കരുതിയാൽ നമുക്ക് ഈ എംസിലൊക്കെ തന്നെ ധാരാളമുണ്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാമല്ലോ. ഞാൻ കുറച്ച് പിശുക്കിയ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നത് കേട്ടോ. മൊത്തത്തിൽ ഞാനൊരു പിശുക്കിയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. സത്യത്തിൽ ഞാനൊരു പിശുക്കി തന്നെയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാകുമല്ലോ. അപ്പോൾ നമ്മളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കുക. ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ എംസിയിൽ മിക്സ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. അത്രയ്ക്ക് ഹാർഡായിരുന്നു കേട്ടോ ഈ എംസിൽ മിക്സ് ചെയ്യാൻ വേണ്ടി. ചില എംസിൽ നമ്മൾ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും, പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കും. പക്ഷേ ഇത് വല്ലാത്ത ഹാർഡായി പോയി കേട്ടോ. പക്ഷെ നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ടുന്ന ആകൃതിയിൽ ഇത് കിട്ടത്തില്ല. അപ്പോൾ ഇത്തിരി എന്തായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ലീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേപോലെ കിട്ടും. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴുകി ഇറങ്ങാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കാണ്ട് പക്ഷേ നമുക്ക് ഉദ്ദേശിച്ച പരുവത്തിനുള്ള എംസിൽ തന്നെയാണ്. അത് മിക്സ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എടുക്കുക ഇത് മിക്സ് ചെയ്യാനെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇത്രയും നേരം എടുത്ത് ഞാൻ മിക്സ് ചെയ്തപ്പോൾ ഇപ്പോൾ തന്നെ അത് ശരിക്കും അങ്ങ് മിക്സ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിൻ്റെ ഹാർഡ്നെസ് എന്തോരം ഉണ്ടെന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് അത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കിട്ടുക. എന്ന് വെച്ചാൽ നല്ല മിക്സ് ആയി കഴിയുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും നമുക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് സെറ്റാവാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് നേരം എടുത്തിട്ട് തന്നെയാണ് നമുക്കിത് മിക്സ് ചെയ്ത് നല്ലൊരു എന്തിലായിട്ട് എടുത്താട്ടോ. പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊക്കെ മുഴുവനും ഇത് കുറച്ചൊക്കെ പറ്റി പിടിക്കും. പിന്നെ നമ്മളിനി ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഷേപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീഫിനും തണ്ടിനും വേണ്ടുന്ന എംസിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മുളയിൽ ഡിസൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മുന്തിരി വള്ളിയാണ് ഡിസൈൻ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ എംസിൽ തികയത്തില്ല, നമുക്കൊരു എംസിലൂടെ വേണ്ടി വരും. അപ്പോൾ ഏകദേശം 20 രൂപയുടെ എംസിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സൂപ്പറായിട്ടൊരു ആർട്ട് ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടല്ലോ ഒരു തവണ ഞാൻ ഇതുപോലെ മുൻപത്തെ തവണ ഞാൻ ഒരു ഫ്ലവറിന് വേണ്ടി എംസിൽ ഇങ്ങനെ തണ്ടിൻ്റെ രീതിയിൽ ഇങ്ങനെ നേർപ്പിച്ചെടുത്തു, ചരട് പോലെ നേർപ്പിച്ചെടുത്തു കേട്ടോ. പക്ഷേ അതിൽ ഇച്ചിരി ഈർപ്പം കൂടുതലായതുകൊണ്ട് തന്നെ അത് വിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്ത് ഒരു എന്നാ പറയുക റബ്ബർ പോലെ ഇങ്ങനെ വലിയുന്ന രീതിയിലായി. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടത്തില്ല. ഇതാകുമ്പോൾ ഇതിന് ചെറിയൊരു എന്തുണ്ട് എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ചെയ്തെടുത്ത ഈ റോപ്പ് പോലെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുത്തത് വള്ളിയായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരി വള്ളി. അപ്പോൾ ഈ വള്ളി നമ്മൾ ഇതിൽ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ മുളയ്ക്കുണ്ടല്ലോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മുള നല്ല ആയതുകൊണ്ട് തന്നെ പിടിക്കാൻ പിടിച്ചിരുന്നെങ്കിൽ സെറ്റ് ആയിട്ടോ. ആദ്യം ഞാനകത്ത് ഇത് പിടിക്കുന്നില്ലല്ലോ, ഇനിയിപ്പോൾ നമ്മുടെ പ്ലാനൊക്കെ പാളിപ്പോയി എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അതിൽ സെറ്റായി കിട്ടി കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എംസിൽ വെച്ചിട്ട് തന്നെ ലീഫ് വെക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ മുന്തിരിയുടെ ലീഫ് ഉണ്ടാക്കാനാണ് നോക്കിയത്. പക്ഷേ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാഞ്ഞുകൊണ്ട് നമ്മൾ സാധാ ലീഫ് പോലെ തന്നെയാണ് ഉണ്ടാക്കിയത്.
ലീഫിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞ് ഇനി നമുക്കൊരു ചെറിയ മുന്തിരിക്കലോടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് എംസിയിൽ ഇങ്ങനെ ബോളായിട്ട് ഓരോ ബോളുകളാക്കിയിട്ട് അടുപ്പിച്ചടുപ്പിച്ചിങ്ങനെ നമുക്ക് ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്ത് താഴെ ലാസ്റ്റ് വരുമ്പോൾ ഒരു ബോളായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു മുന്തിരിക്കലായിട്ട് കിട്ടും. നമുക്ക് കുറച്ച് ഗ്രീൻ പെയിൻറ് ഇതിലോട്ട് അടിച്ചു കൊടുക്കണം. നമ്മുടെ മുളയിലാണ് കേട്ടോ നമ്മൾ ഗ്രീൻ പെയിൻറ് അടിച്ചു കൊടുക്കുന്നത്. ലീഫിനും നമ്മുടെ മുന്തിരിക്കും നമ്മൾക്ക് വേറെ ഷെയ്ഡ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് അടിക്കുന്നത് ഗ്രീനാണ്, പിന്നെ കുറച്ച് യെല്ലോ കൂടെ മിക്സ് ചെയ്ത് അടിക്കുന്നത്. ഗ്രീൻ പെയിൻറ് അടിച്ചതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് യെല്ലോ ഷെയ്ഡ് കൂടെ കൊടുത്തിരുന്നാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ യെല്ലോ ഷെയ്ഡ് കൂടെ അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പോഴത്തേക്കൊരു നാച്ചുറൽ മുളയുടെ ഒരു ഷെയ്ഡ് പോലെയൊക്കെ ഫീൽ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആണല്ലോ, അപ്പോൾ നമ്മൾക്ക് ലീഫിൻ്റെ കളർ കൊടുക്കുമ്പോഴത്തേക്കും എടുത്തറിയാതെ വരും. ലീഫിൻ്റെ കളറും മുളയുടെ കളറും ഗ്രീൻ ആകുമ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നത്തില്ല, അതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് കാണത്തുമില്ല. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു എങ്കിൽ യെല്ലോ കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കൊടുക്കാമെന്ന്. പക്ഷെ നമ്മൾ ഈ ഗ്രീൻ ഷെയ്ഡ് അടിച്ച ഉടനെ തന്നെ യെല്ലോ ഷെയ്ഡ് കൊടുത്തതുകൊണ്ട് രണ്ടും കൂടെ മിക്സായി വേറൊരു ഗ്രീൻ ഷെയ്ഡായിട്ട് വന്നു. അപ്പോൾ അത്ര ഭംഗി തോന്നിയില്ല. പിന്നെ നമുക്ക് ലീഫിനും ഗ്രീൻ ഷെയ്ഡ് കൊടുക്കണമല്ലോ. അപ്പോൾ ഗ്രീൻ എല്ലാം മൊത്തത്തിൽ ഗ്രീൻ ആകുമ്പോഴത്തേക്കും നമുക്ക് ലീഫ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. ഞാൻ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് യെല്ലോ ഷെയ്ഡാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി. അപ്പം ഞാൻ യെല്ലോ തന്നെ സെലക്ട് ചെയ്തെടുത്തു. അപ്പോൾ മൊത്തം ഒന്ന് യെല്ലോ ഷെയ്ഡ് കൊടുത്ത് നമുക്ക് ലീഫിനും തണ്ടിനും ഗ്രീനും കൂടെ കൊടുക്കുമ്പോൾ യെല്ലോയും ഗ്രീനും കൂടെ നല്ല കോമ്പിനേഷനായിട്ട് വരും. ഏകദേശം ലീഫിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി നമുക്ക് മുന്തിരിയുടെ കളറോടെ കൊടുക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മുന്തിരിയുടെ ശരിക്കുള്ളൊരു കളറുണ്ടല്ലോ, മുന്തിരി കളർ, അത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ കളർ ഞാൻ റെഡും ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് ഗ്രീൻ അങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ കളർ എടുത്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ മുന്തിരി കളർ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മഞ്ഞയും ഗ്രീനൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കളർ എടുത്താണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ചാണ കളറായിട്ട് പോയി. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് വീണ്ടും മുന്തിരിയുടെ ഷെയ്ഡ് കിട്ടുമ്പോൾ നമുക്ക് അടിച്ച് സെറ്റാക്കാനേ ഉള്ളൂ. അപ്പോൾ ദാ ഇങ്ങനെ കൊണ്ട് നമ്മൾ ഷോക്കേസിൽ നമ്മളൊരു തട്ടിലാണ് വെച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് കാണാം. ബൈ ബൈ.